പ്രസവശേഷം അമ്മയിലുണ്ടാവുന്ന ചേഞ്ചസ് അത് വളരെ അവർ ആഗ്രഹിക്കാത്തതിലും തരത്തിലുള്ള മാറ്റങ്ങളാണ് അവരുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത്. അത് ഫിസിക്കലി ആയാലും മെന്റലി ആയാലും ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള ചേഞ്ചസ് ആണെങ്കിലും ശാരീരികമായിട്ട് പറയുകയാണെങ്കിൽ അവരിലുണ്ടാകുന്ന സിസേറിയനോ നോർമൽ ഡെലിവറി ഒക്കെ ആണെങ്കിൽ തന്നെ അവരുടെ ആ മുറിവ് ഉണങ്ങാൻ ഉണ്ടാകുന്ന താമസം, ഈ കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്ന ടൈമിലൊക്കെ ആണെങ്കിലും ഒരേ പൊസിഷനിൽ ഇരിക്കുന്നതിന്റെ ഭാഗമായിട്ട് കഴുത്തിനും നടുവിനും ഉണ്ടാകുന്ന പെയിൻ, ഇനി ബോഡി വെയിറ്റ് കൂടുന്നതിന്റെ ഭാഗമായിട്ടോ അവർക്ക് മുട്ടിന് വേദന തുടങ്ങിയ അനേകം ഫിസിക്കൽ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് അവർ ഫേസ് ചെയ്യുന്നത്. ഇനി മെന്റലി എടുക്കുകയാണെങ്കിലോ ഈ ഉറക്കം ഡിസ്റ്റർബ് ആവുന്നതിന്റെ ഭാഗമായിട്ട് ദേഷ്യം, സ്ട്രെസ്, ആൻസൈറ്റി, ഈവൻ പോസ്റ്റ് പാർട്ടം ഡിപ്രഷന്റെ ഒക്കെ കാരണമാകുന്നത് ഇത് തന്നെയാണ്. ഈ ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള ചേഞ്ചസോ അവരുണ്ടാകുന്ന ഹെയർ ഫോൾ അല്ലെങ്കിൽ തൈറോയ്ഡ് ഡിസ്ഫങ്ഷൻസ്, ഇതെല്ലാം തന്നെ അതായത് വെയിറ്റ് ഗെയിൻ ചെയ്യാം, ചിലർക്ക് വെയിറ്റ് ലോസ് ഉണ്ടാകും. ഇതെല്ലാം തന്നെ അവരിൽ ഭയങ്കരമായിട്ടുള്ള ചേഞ്ചസ് ആണ്, അവർ ആഗ്രഹിക്കാത്ത ചേഞ്ചസ് ആണ് അവരുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത്. സോ ഈ ഒരു ടൈമിൽ അവർക്ക് എടുക്കേണ്ട കെയർ എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. സോ അമ്മയ്ക്കായാലും കുഞ്ഞിനായാലും നമ്മൾ എടുക്കുന്ന ഒരു അല്ലെങ്കിൽ ചുറ്റുമുള്ളവർ കൊടുക്കുന്ന ഒരു കെയർ തുടർന്നുള്ള അവരുടെ ഹെൽത്തിനെ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ്. സോ ആയുർവേദത്തിൽ നമ്മൾ ഇതിനെ പ്രസവരക്ഷ അല്ലെങ്കിൽ സൂതിക പരിചര്യ എന്നൊക്കെയാണ് പറയുന്നത്. ഈ ഒരു ടൈമിൽ അമ്മയ്ക്കും കുഞ്ഞിനും കൊടുക്കുന്ന കെയർ അവർക്ക് മുന്നോട്ടുള്ള അവരുടെ ലൈഫിൽ എപ്പോഴും സ്റ്റേബിൾ ആയിട്ടിരിക്കാനും ഒരു ഹെൽത്തി ആയിട്ടിരിക്കാനും സഹായിക്കുന്ന ഒന്നാണ്. സോ അവർക്ക് ഫിസിക്കലിയും മെന്റലിയും അവർക്ക് വരുന്ന മാറ്റങ്ങളെല്ലാം, അത് എണ്ണ തേച്ചുള്ള ഗുളികളാണെങ്കിലും വേദഗുളികളാണെങ്കിലും അല്ലെങ്കിൽ നസ്യം തുടങ്ങിയതായിട്ടുള്ള പല ട്രീറ്റ്മെന്റുകളാണ് നമ്മൾ ഈ ഒരു പ്രൊസീജിയറിൽ ചെയ്യുന്നത്. ഇതെല്ലാം എടുക്കുന്നതിലൂടെ അവർ ഹോൾ ടൈം ഹെൽത്തിയർ ആയിട്ടിരിക്കാൻ വേണ്ടി സഹായിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.